ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കോടതി വിധി വരുന്ന ദിവസമാണ് കേട്ടോ. എല്ലാവരും കോടതിയുടെ മുമ്പിൽ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ജഡ്ജിയും അതുപോലെ തന്നെ കല്യാണിയും കിരണും അതുപോലെ തന്നെ സോണിയും ശരണ്യയും വിക്രമും പ്രകാശനൊക്കെ ഉണ്ട്. പ്രകാശനാകെ ടെൻഷനായിരിക്കുക കേട്ടോ. അങ്ങനെ കോടതി വിധി വരുവാണ്. വിക്രത്തിനെ വീണ്ടും പ്രതിക്കൂട്ടി നിർത്തുവാണ്. വിക്രത്തിൻ്റെ ജഡ്ജി ചോദിക്കുന്നുണ്ട്, ഇനി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കോടതി മുമ്പാകെ വിക്രം പറയാണ്, എൻ്റെ സാറെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് കോടതി പറയുന്നുണ്ട്, ശരി എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കോടതിയുടെ വിധി പറയുവാണ്. ഈ കോടതിയിൽ ഹാജരായിരിക്കുന്ന കേസ് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ വിക്രമാണ്. ചേച്ചിയായ കല്യാണിക്കെതിരെയാണ് കേസ് കൊടുത്തത്. നടു റോട്ടി വെച്ച് തന്നെ അപമാനിച്ചു, തന്നെ മുഖത്തടിച്ചു, ഒരു കാരണമില്ലാതെ തന്നെ മുഖത്തടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് തന്നതെന്നുണ്ടെങ്കിലും ഈ കേസിൻ്റെ വിധി തുടങ്ങുന്ന സമയത്ത്, വിചാരണ തുടങ്ങുന്ന സമയത്ത് പല കേസുകളുടെയും ചുരുളഴിക്കുന്ന രീതിയിലേക്കാണ് കല്യാണി എന്ന് പറഞ്ഞ മിടുക്കി കൊണ്ടുപോയത്. പല കേസുകളും തെളിയിക്കുന്ന രീതിയിലാണ്. അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. അതോടുകൂടി വിക്രമാണ്, കല്യാണിയല്ല വിക്രമാണ് തെറ്റ് ചെയ്തെന്ന് മനസ്സിലായി. കല്യാണി എന്ന് പറഞ്ഞ പെൺകുട്ടി നാടിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എല്ലാ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ വിക്രമാണ് തെറ്റുകൾ ചെയ്തെന്ന് മനസ്സിലായ കോടതി വിക്രത്തിനെതിരെ കേസ് ഫയൽ ചെയ്യുവാണ്. അപ്പോൾ ഡബിൾ ജീവപര്യന്തമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വിക്രമാദിത്യന് ഇനിയുള്ള കാലം ജയിലിലായിരിക്കും എന്ന രീതിയിലാണ് കോടതി വിധി വരുന്നത്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ കല്യാണിക്ക് ശരണ്യം അതുപോലെ തന്നെ സോണി കൈ കൊടുക്കുവാണ്. ശരണ്യക്ക് ഭയങ്കര സന്തോഷമാണ്. ചേച്ചി, ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ ആ കാര്യമാണ് ചേച്ചി നേടിത്തന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഭർത്താവിന് നീതി കിട്ടി, വളരെയധികം സന്തോഷമുണ്ട് ചേച്ചി എന്ന് പറയുമ്പോൾ അതൊന്നും സാരില്ല ശരണ്യ, ഇതൊക്കെ എൻ്റെ കർത്തവ്യമല്ലേ. ശരണ്യനെ പോലത്തെ പെൺപിള്ളേരിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ശരണ്യ എൻ്റെ പെങ്ങൾ തന്നെയാണെന്ന് പറയാണ്. അതുപോലെ തന്നെ സോണിനെ പോലെ തന്നെയാണ് ശരണ്യം. സോണിക്കും ഇതുപോലെ തന്നെ ഒരു ആൽബിച്ചേട്ടനും ഇതുപോലെ തന്നെ ആപത്തല്ലേ വന്നത്. അത് മാത്രമല്ല, ഇനി ആർക്കും ഇങ്ങനത്തെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തതെന്ന് പറയുവാണ്. ചേച്ചിക്ക് ഒട്ടും വിഷമമല്ല. എന്തൊക്കെ പറഞ്ഞു ചേച്ചിയുടെ അനിയനല്ലേ, സ്വന്തം അമ്മയുടെ വയറ്റിൽ ജനിച്ച അനിയൻ തന്നെയല്ല. അപ്പം ഇങ്ങനത്തെ ഒരു വിധി വരുമ്പോൾ ചേച്ചിക്ക് വിഷമമല്ലോ ചോദിക്കുമ്പോൾ കല്യാണി വേണ്ട, ഒരു വിഷമവും ഇല്ല എനിക്ക്, അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, എൻ്റെ മനസ്സിലൊരു തരി പോലും വിഷമമില്ലെന്ന് പറയുവാണ്. അങ്ങനെ കിരണാണെങ്കിൽ കല്യാണിനെ ചേർത്ത് പിടിക്കുക കേട്ടോ. വിക്രത്തിന് അപ്പം തന്നെ കണ്ണിൽ നിന്ന് കുടുകൂടാ വെള്ളമൊക്കെ വരുവാണ്. ആകെ കണ്ണ് നിറഞ്ഞ് ഒഴുകുക കേട്ടോ. പ്രകാശൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പ്രകാശൻ ദേഷ്യത്തോടു കൂടി കണ്ണൊക്കെ നിറഞ്ഞ് വിക്രത്തിനെ നോക്കുവാണ്. അങ്ങനെ കോടതി വിധി വന്നു. എല്ലാവരും കോടതി നിന്ന് പിരിഞ്ഞു പോവാണ്. വക്കീലൊക്കെ ആണെങ്കിൽ കല്യാണിനെ ആശംസിക്കുന്നുണ്ട്, നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് വക്കീലന്മാർ, വിക്രത്തിൻ്റെ ആണെങ്കിലും കല്യാണിയുടെ വക്കീലാണെങ്കിൽ രണ്ടുപേരും കല്യാണിനെ ആശംസിച്ച് അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷം എല്ലാവരും പുറത്ത് കാത്തിരിക്കുവാണ്. കല്യാണിയും കിരണും എല്ലാവരും പുറത്തുണ്ട്. വിക്രമിനാണ് ജയിലിലേക്ക് കൊണ്ടുപോകണം. ആ ഒരു കാഴ്ചയായിട്ട് പിന്നെ കാണിക്കുന്നത്. വിക്രത്തിനെ പോലീസുകാരെല്ലാവരും കൂടി കയ്യിൽ ചങ്ങലേക്ക് ഇട്ടിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പ്രകാശൻ ഒരു നോക്ക് വിക്രത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. വിക്രം പ്രകാശനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശൻ ആകെ വിക്രത്തിന് ദേഷ്യത്തോടു കൂടി തന്നെ നോക്കുവാട്ടോ. അതിനുശേഷം വിക്രം വരണ സമയത്ത് വിക്രത്തിൻ്റെ അടുത്തേക്ക് പ്രകാശൻ ഓടിപ്പോവുകയാണ്. എന്നിട്ട് പറയാണ്, നിനക്ക് ചത്ത് കളഞ്ഞുകൂടിടാ, ചത്ത് പോയിക്കൂടി നിന്നെ ഞാൻ എങ്ങനെയാടാ വളർത്തിയത്, എന്നെ നെഞ്ചിലിട്ടിട്ടാണ് നിന്നെ വളർത്തിയത്, എന്നിട്ട് നീ തന്നെയാണടാ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് തന്നെ കൊള്ളി വെച്ചിട്ട് പോയാലോടാ, നിന്നെ എങ്ങനെയൊക്കെ വളർത്തിയതാടാ, നിന്നെ പോലത്തുള്ള മക്കളാണ് ശരിക്കും അച്ഛനമ്മമാരുടെ ശാപം എന്ന് പറഞ്ഞത്. എനിക്കിപ്പം മനസ്സിലായി, ഒരിക്കലും ഒരാളെ മാമ്പും കണ്ടും ഒന്നും കണ്ടും മക്കളെ വളർത്തരുതെന്ന് പറയേണ്ടതിൻ്റെ അർത്ഥം എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി ഞാൻ നിന്നെ ഒരിക്കലും എൻ്റെ മനസ്സിൽ മകനായിട്ട് കാണത്തില്ല. എനിക്കിങ്ങനെ അതൊരു മകനില്ല. ഇതോടുകൂടി ഞാൻ നിന്നായിട്ടുള്ള എല്ലാ ബന്ധവും വേർപെടുത്തി. നീ എന്ത് തെറ്റ് ചെയ്താലും നീ തെറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ നിന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു. എല്ലാത്തിനും എനിക്ക് കിട്ടിയടാ. ഇന്ന് എനിക്കിങ്ങനെ അതൊരു മകനില്ല. എൻ്റെ ജീവൻ്റെ പാതി പോലും ഞാൻ നിനക്ക് പകുത്ത് തന്നില്ലേ, എൻ്റെ വൃക്ക പോലും ഞാൻ നിനക്ക് വേണ്ടി തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ട്. ഇനി എന്തിനാണ് നീ ജീവിച്ചിരിക്കുന്നത് സാറേ, ഇവനെ പുറം ലോകം കാണരുത്, ഇങ്ങനത്തെ ഒരു മകൻ ഇനി എനിക്കില്ല. ഇവനെ എങ്ങനെ ജയിലിൽ കിടത്താവോ അങ്ങനെയൊക്കെ ഇവനെ കഷ്ടപ്പെടുത്തണം, പണിയെടുത്ത് കഷ്ടപ്പെടുത്തണം. ഇവനെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് തന്നെയാണ് ശിക്ഷ കൊടുക്കേണ്ടത് സാറേ. ഇനി എനിക്ക് ഇവനെ കാണണ്ട, ഇവൻ്റെ മുഖം എനിക്കിനി കാണണ്ട എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിക്കോ ഞാൻ പ്രകാശനും വിക്രത്തിൻ്റെ മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തല്ലുവാട്ടോ. അപ്പോൾ പോലീസുകാർ പറയണ്ട്, അങ്ങനെ ചെയ്യരുത്, മാറി നിൽക്കുന്നൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യണം എന്നാണ് സാറേ പറയണത്, ജീവിതം മടുത്തു എന്നൊക്കെ പറയാണ്. അങ്ങനെ വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് പോലീസുകാർ ജീപ്പിൽ കയറ്റി അവിടെ കൊണ്ടുപോവാണ്. വിക്രം പ്രകാശനെ നോക്കി അച്ഛ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടാണ് പോണത്. പോടാ നീ എന്ന് പറഞ്ഞ മകൻ എനിക്കിനി ഇല്ലടാ എന്ന് തന്നെ പ്രകാശൻ അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ വിക്രം പോയി കഴിയുമ്പോഴേക്കും പ്രകാശൻ ഒറ്റപ്പെട്ട രീതിയിൽ എന്തൊക്കെയൊക്കെയോ സംസാരിച്ച് പരസ്പരം ബന്ധുരാണ്ട് സംസാരിച്ച് കോടതി വരാതെ തന്നെ അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ കരഞ്ഞ് പ്രകാശനുള്ള സമയത്ത് പെട്ടെന്ന് പ്രകാശൻ നെഞ്ചുവേദന വരുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് കിരണും കല്യാണിയും സോണിയും ശരണ്യം ഒരു മൂലക്ക് മാറിയിരിക്കണ്ട. അപ്പം പ്രകാശിൻ്റെ അടുത്ത് വക്കീൽ ചോദിക്കണ്ട എന്താ പ്രകാശൻ ഇതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല സാറേ, ഒന്നുമില്ല, ഞാൻ കുറച്ചൊരു ഇവിടെ നിന്ന് ഇരുന്നോട്ടെ എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ പ്രകാശൻ നെഞ്ചുവേദന പോലെ വരുവാണ്. പ്രകാശൻ അപ്പം തന്നെ അവിടെ കുഴഞ്ഞു വീഴണം. അപ്പോൾ വക്കീൽ അയ്യോ പ്രകാശ എന്ന് പറയുമ്പോൾ തന്നെ കല്യാണിയും കിരണൊക്കെ വരുന്നുണ്ട് കേട്ടോ. വിഷമിച്ച് വന്നൊന്നുമല്ല, അവർ ജസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പ്രകാശനാകെ കുഴഞ്ഞു വീണ വല്ലാത്തൊരു അവസ്ഥയിൽ, ജീവൻ പോകുന്ന അവസ്ഥയിൽ അവിടെ കിടക്കുക കേട്ടോ. ആ സമയത്ത് കിരണും കല്യാണിയും കൂടിയിട്ട് കിരണിൻ്റെ വണ്ടിയിലേക്ക് കയറ്റി പ്രകാശിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും പ്രകാശിനെ പെട്ടെന്ന് ICUയിലേക്കാണ് കയറ്റണത്. അപ്പോഴേക്കും പറയുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് ആണ്, ഇതിന് മുമ്പ് പ്രാവശ്യം വന്നിട്ടുണ്ട്, രണ്ടാമത്തെ പ്രാവശ്യമാണ്, ഇനി വരാതെ നോക്കണം, ഓൾറെഡി അറിയാലോ ഹെൽത്ത് ഒന്നും ഇല്ലാത്ത ഒരാളാണെന്നൊക്കെ പറയാണ്. ഇനി ഇയാൾക്ക് ഒരു വിഷമവും വരുത്താൻ ഇടവരുത്തതെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഡോക്ടർ കേട്ടോ. എത്ര ദുഷ്ടനായിക്കോട്ടെ മനുഷ്യജീവനാണ്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് നമ്മൾ കാണിക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ ICUന്ന് പ്രകാശൻ അവസാനം വാർഡിലേക്ക് മാറ്റി. പ്രകാശൻ കണ്ണ് തുറക്കുമ്പോൾ തന്നെ പ്രകാശനെ കാണാൻ വേണ്ടി വരുന്നത് 3 പെണ്ണുങ്ങളാണ്. നമ്മുടെ സോണിയും അതുപോലെ തന്നെ കല്യാണിയും കാദംബരിയും കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ കല്യാണിനെ കാണുമ്പോൾ വീണ്ടും പ്രകാശൻ ദേഷ്യത്തിൽ തന്നെ അങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് സോണി പറയുന്നുണ്ട് അച്ഛൻ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലേ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അച്ഛൻ്റെ മനസ്സിൽ ഒരു മാറ്റവും ഇല്ലല്ലേ എന്ന് പറയാണ്. അച്ഛ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നറിയാവോ, കല്യാണിനെ ഉപദ്രവിച്ചതിന് ദൈവം തന്ന ശിക്ഷയാണ് അച്ഛ. അച്ഛൻ എപ്പോഴും പറയാലോ ആമ്പിള്ളേരാണ് നല്ലത്, അവസാനം കൊള്ളി വെക്കാൻ ആമ്പിള്ളേരുണ്ടാവുള്ളൂ. ഇപ്പം എന്തായ അച്ഛ, അവസാനം കൊള്ളി വെക്കുന്നതിലല്ല കാര്യം, ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ എങ്ങനെ നോക്കുന്നതിലാണ് കാര്യം. നിങ്ങൾ എത്രമാത്രം ഉപദ്രവിച്ചു ഈ കല്യാണിനെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുവാണ്. ഇത്രമാത്രം ദേഷ്യപ്പെടാൻ വേണ്ടി അവൾ എന്ത് തെറ്റാണ് നിങ്ങളുടെ അടുത്ത് ചെയ്തത്, നിങ്ങൾ ആലോചിച്ച് നോക്ക് മനുഷ്യ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് പ്രകാശിന് ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ അത് കഴിയുമ്പോൾ പ്രകാശിനെ ആലോചിച്ച് പോവുക കേട്ടോ. കല്യാണിനെ എത്രമാത്രം ദ്രോഹിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രകാശിനെ ആലോചിക്കുമ്പോഴാണ് പ്രകാശിനെ മനസ്സിലാവുന്നത് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കല്യാണിനെ വീണ്ടും പ്രകാശൻ സ്നേഹിക്കാൻ പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. കല്യാണിൻ്റെ കാല് പിടിച്ച് പ്രകാശൻ മാപ്പ് പറയാൻ പോവാണ്. ഞാൻ നിന്നോട് ഒരുപാട് തെറ്റ് ചെയ്ത് നീ കൊണ്ട് ക്ഷമിക്കണം എന്തൊക്കെ പറയാം, നിൻ്റെ അച്ഛനല്ലേ ഞാൻ, ഒരു പ്രാവശ്യം ഒരു അവസരം നീ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ പൊട്ടിക്കരയാണ്. പ്രകാശനെ കരച്ചിടുമ്പോൾ കല്യാണിയും അവിടെ ഒരു അച്ഛൻ്റെ സ്നേഹം എന്തൊക്കെ പറഞ്ഞാലും ആരെയൊക്കെ അച്ഛനായിട്ട് അംഗീകരിച്ചാലും സ്വന്തം അച്ഛനെ പോലെ ആവില്ലല്ലോ. പ്രകാശൻ പെട്ടെന്ന് ഒരു ദിവസം തന്നെ മോളേന്ന് വിളിച്ച് സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുമ്പോൾ കല്യാണിയും അതിൽ അലിഞ്ഞു പോകുവാണ്. കല്യാണിയും എല്ലാം മറന്ന് പ്രകാശിനെ അച്ഛനായിട്ട് അംഗീകരിക്കുകയാണ്. കല്യാണി പറയേണ്ടി ഒരിക്കലും എൻ്റെ അച്ഛൻ പഴയ പോലെ ആവില്ല, എൻ്റെ അച്ഛനെ ഞാൻ ഇനി നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി അങ്ങനെ പശ്ചാത്താപത്താൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകാശിനെ ചേർത്ത് പിടിക്കുമായിട്ട് നമ്മുടെ കല്യാണി. എന്തായാലും പ്രകാശനും കല്യാണിയും കൂടിച്ചേരാൻ പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രകാശൻ സ്വന്തം മകളെ അംഗീകരിക്കുവാണ്. എന്തായാലും പ്രകാശിൻ്റെ കല്യാണിൻ്റെ വഴക്കുകളൊക്കെ തീരുവാണ്. ഇനി അതിനുശേഷം നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്, ഈ ആഴ്ചയിലെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിൻ്റെ നെക്സ്റ്റ് വീക്ക് കാണാൻ പോകുന്ന കാഴ്ച നമ്മുടെ ഒരു അമ്മ കൂടിയുണ്ട്, താരയെ തൻ്റെ സ്വന്തം മകളെ തിരിച്ചറിയണം, സരയുവാണെന്ന്. സരയും അങ്ങനെ തന്നെയാണ്, തൻ്റെ അമ്മ താരയാണെന്ന് അറിഞ്ഞ് താരേനെ സ്നേഹിക്കണം. അപ്പോൾ ആ കാഴ്ചകൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല നല്ല ഭാഗങ്ങൾ തന്നെയായിട്ട് ഇനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.